Watch full episodes on Jio Hotstar. മോട്ടു വരൂ, വന്ന് കഴിക്കാൻ നോക്ക്. അതെ വില്ലേട്ടാ, എത്ര മനോഹരമായ ഐലൻഡ് ആണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഐലൻഡ് കണ്ടിട്ടേ ഇല്ല. ഈ പൂക്കളുടെ നറുമണം, ഈ കാറ്റസ്, ഈ മരം, ഈ ഐലൻഡ് മുഴുവനും എത്ര മനോഹരമാണ് വല്യേട്ടാ. പൊളിക്കട്ടല്ല. എന്റെ 20 വർഷ അനുഭവത്തിൽ ഞാൻ ഇത്രയും സുന്ദരമായ ഐലൻഡ് ഇതുവരെ കണ്ടിട്ടേ തന്നെയാ. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഞാൻ ഇന്റർനെറ്റിൽ തെരഞ്ഞു പിടിച്ചാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ ഇതുവരെ മനുഷ്യരാരും വന്നിട്ടില്ല, നമ്മളാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഈ ടക് ടക്ക് എന്നുള്ള സൗണ്ട് എവിടുന്നാ വരുന്നത്? ശരിയാണല്ലോ. അതെ പത്രത്തെ ഇങ്ങോട്ട് നോക്കിയേ. എന്താ അത്? ഹലോ സുഹൃത്തുക്കളെ, പകുടു എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ വന്നില്ലേ, വന്ന സ്ഥിതിക്ക് നന്നായിട്ട് കഴിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാൻ നോക്കണം. നമ്മളെ പിടിക്കുന്നതിന് മുന്നേ ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ പറ്റൂ. അയ്യോ, അയ്യോ, നമ്മളെ പിടിച്ചു. എടാ ഒന്ന് മിണ്ടാതിരിക്കേ. പകുടു എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആരും ഓടേണ്ട ആവശ്യമില്ല. എല്ലാരും കഴിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. പക്ഷേ ഇവിടെ വേസ്റ്റ് മാത്രം ഇടാൻ പാടില്ല. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? മരത്തിനൊക്കെ എങ്ങനെയാ സംസാരിക്കാൻ കഴിയുന്നത്? അപ്പൊ നിങ്ങളൊന്ന് പ്രേതമല്ലേ? അല്ല, ഞങ്ങള് പ്രേതങ്ങളൊന്നുമല്ല, ഞങ്ങള് സംസാരിക്കുന്ന മരങ്ങളാണ്. എന്റെ പേരാണ് കാക്കടു, പിന്നെ എന്റെ ബോസിന്റെ പേര് പാക്കടു. ഇതാ വന്നിരിക്കുന്നു ഐലൻഡ്. നിധി ഏതായാലും ഇവിടെ ഒളിപ്പിച്ച് വെക്കാം. കടൽ കൊള്ളക്കാരോ? അവരിവിടെ എന്താ ചെയ്യുന്നേ? പകുടു എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കേ, ഞങ്ങളിപ്പോ വരാം. എന്താ പറഞ്ഞേ? പണി വേഗം നടക്കട്ടെ. പകുടു എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിധിയൊന്നും കുഴിച്ചു മൂടാൻ പാടില്ല. ദേ ഇതുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. പ്രേതമല്ല, മരമാണ് സംസാരിക്കുന്നത്. ഇവിടെ മരം ചെടിയൊക്കെ സംസാരിക്കും. നിക്കോ എല്ലാവരും നിക്കോ. ഇത് സംസാരിക്കുന്ന മരമാണത്രേ. ഇത് പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ ഐലൻഡിനെ നമുക്ക് ആക്രമിക്കാം. ഈ സംസാരിക്കുന്ന മരത്തിനെ വെച്ചിട്ട് ഒരു എക്സിബിഷൻ നടത്തി നമുക്ക് ലക്ഷങ്ങൾ, എന്തൊരു കോടികൾ തന്നെ സമ്പാദിക്കാം. നമ്മൾ ഇനി കോടീശ്വരന്മാരാണ്. അടിപൊളി. എന്നെ താഴേക്ക് ഇറക്കി വിട്. പകുടു എന്താ പറയുന്നതെന്നറിയോ? തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താ ശിക്ഷ കിട്ടിയിരിക്കും. എന്താ നോക്കുന്നത്? ആയുധം എടുത്തോണ്ട് വാ, വേഗം വരാൻ. അയ്യോ പകടു, ഈ തകടിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഓടിയാ പിന്നെ എങ്ങനെയാ? ദേ നിക്ക്, ഞാനും വരാം. അയ്യോ പകടു. അവറ്റകളെ പിടിക്കേ. പകട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അവരെല്ലാം ഞങ്ങളുടെ ഐലൻഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഈ മോട്ടോടെ പറയുന്നത്, നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ, ഇവരുടെ കാര്യം ഞങ്ങൾ ഏറ്റു.
വരൂ പത്ലു. ഈ ഐലൻഡിൽ നമ്മൾ കൂടാതെ വേറെ 2 പൈരറ്റ്സ് വന്നിരിക്കുന്നു. ആരാണ് നിങ്ങൾ? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ഈ ഐലൻഡ് ഞങ്ങളുടെ മാത്രം സ്വന്തമാണ്. എന്റെ പേര് ജക്ക, ഇവന്റെ പേര് ബക്ക. ഞങ്ങൾ രണ്ടുപേരും ജക്ക ബക്ക വളരെ അപകടകാരികളായ കടൽ കൊള്ളക്കാരാണ്. അങ്ങനെയാണോ കഥ? എന്നാ പിന്നെ വടി ആരെടുത്തുണ്ടോ അവർ ചെന്ന് പോത്തിനെ മേയ്ക്കട്ടെ. ഓ, അതെ പത്ലു, പൊടി എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. പക്ഷെ പോത്ത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഓ എന്റെ മോട്ടു, നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്, അതൊരു പഴഞ്ചൊല്ലാണ്. സോറി. നമുക്കൊരു കൈ നോക്കാം. ഇനി പറയാ അടുത്തത് എന്താ ചെയ്യാൻ പോന്ന്? മോട്ടു ഇപ്പൊ പറയാ, ഓടിക്കോ. ഏ? ഓടിക്കോ. അവരെവിടെ ഉണ്ടല്ല? പിടിക്ക്. വേഗം പിടിക്കേ. മോട്ടു, അവര് ഇങ്ങോട്ടാണ് വരുന്നത്. കേടു അവരെ. അവർ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതാ ഇവിടെയുണ്ട്. അയ്യോ, ആ തത്ത നമുക്ക് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലോ പത്ലു. എന്താ ചെയ്യുക? വെറും വീട്ടിൽ എന്റെ ബുദ്ധി വർക്കില്ലെന്ന് നിനക്കറിയില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആലോചിക്കും പത്ലു. ഐഡിയ. ചിങ്കം സാറെ കേൾക്ക്. അവന്മാരെ വിടരുത്, പിടിക്കൂ. ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ചിങ്കം സാറെ തുടങ്ങിക്കോളൂ. ഓക്കേ, come on, start. ഇളന്തിരി പട്ടാളമേ, ചെല്ലു. ചെന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യൂ. പകടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡാൻസ് കളിക്ക് തുള്ളി ആഘോഷിക്കേ. സോറി പത്ലു. വരൂ, നമുക്ക് ഇനി അവർക്ക് കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്. എന്റെ ലീഡറെ ഒന്ന് പെട്ടെന്ന് ഷിപ്പിലേക്ക് വാ. വിടരുതവരെ. അവരെ വെറുതെ വിടില്ല. എന്താ നോക്കി നിൽക്കുന്നത്? Come on, fire. ഫയർ ചെയ്തോണ്ടേയിരിക്കൂ. പൊളിച്ചെടുത്തല്ലോ മമ്മി. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്റെ അമ്മ. പത്ലു, സൂക്ഷിച്ച്. തീർത്തേക്ക് അവന്മാരെ. ഇങ്ങോട്ട് മാറി പത്ലു. നിന്നെ ഞാൻ
അല്ല ഈ ഉണ്ട ഇത്ര ഉയർത്തി പോകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ. ഇനി നിങ്ങളൊരു 4 ഉണ്ടയും കൂടെ എടുത്ത് ഫയർ ചെയ്യ. കൂടുതൽ ഉണ്ടകൾ മേലെ ഫയർ ചെയ്തതിന്റെ വേൾഡ് റെക്കോർഡ് നേടിയെടുക്കാം. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്കുള്ള അവാർഡുമായിട്ട് തിരിച്ചു വരാം. താങ്ക് യു. വേഗം വാ മോട്ടു. ഇനിയിപ്പൊ എനിക്ക് അവാർഡ് കിട്ടും. എല്ലാരും കുറച്ച് പുറത്ത് മാറി നിൽക്കേ. ചങ്കേന്റെ ബ്രോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ കുഴൽ കള്ളക്കാരുടെ അവസ്ഥ ഇപ്പൊ എന്താ? നമ്മുടെ കാണാൻ പോകുമല്ലേ വലിയേട്ടാ? ഇപ്പൊ നോക്കിയോ, എനിക്ക് അവാർഡ് കിട്ടും. എടാ മണ്ട, നീ എന്ത് പണിയെ കാണിക്കുന്നത്? ബോസ്, എനിക്ക് അവാർഡ് കിട്ടാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് വെടിവെക്കുന്ന അവാർഡ് വാങ്ങാൻ ശ്രമിക്കുക. വിശ്വാസമാകുന്നില്ലതേ, അങ്ങോട്ട് നോക്ക്. നമ്മുടെ കഥ ഇതോടെ തീർന്നു. രക്ഷിക്കണം. നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? വളരെ കഷ്ടമായി പോയി. അതെ പകടിച്ചേട്ടാ, ഇവരെ എന്താണ് ചെയ്യേണ്ടത്? പകടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചെല്ല്. ഞങ്ങൾ ഇവരെ എല്ലാവരെയും ഇവിടെ തന്നെ വെച്ച് കൈകാര്യം ചെയ്തോളാം. ഞാനിങ്ങനെ തന്നെ പറന്നു പോയേക്കും. നിങ്ങൾ എങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നോ വന്നേക്ക്. അരുത്, ഞങ്ങളെ വിട്ടേച്ച് പോകരുത് തോത്താറാം. ഓക്കെ പകടിച്ചേട്ടാ, അപ്പൊ ഞങ്ങള് പോവുകയാണ്. ബൈ ബൈ. അരുത്, പോകരുത്. എന്നെ നിങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ട് പോകണം പ്ലീസ്. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെ ഒളിച്ചു വെക്കാം. അപ്പോഴേ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എടാ നമ്പർ 1, എല്ലാ സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കേ. മുട്ടയോ? വ്യത്യാസമായിരിക്കുന്നല്ലോ. ഇവിടെ മയിൽപീലിയുള്ള സ്ഥിതിക്ക് അപ്പൊ ഇത് മയിലിന്റെ മുട്ട തന്നെ ആയിരിക്കും. മയിലിന്റെ കൂട്ടിലെ മുട്ടകളാണ് ഇത്. ഞാനിപ്പോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ മയിലുകൾ പുറത്തേക്ക് വരും. എന്റെ വീട്ടിലെ മയിലുകൾ ഡാൻസ് കളിക്കുമല്ലോ. പീലി വിടർത്തി ഡാൻസ് കളിക്കും. മയിലിനറിയാതെ മയിലിന്റെ മുട്ട എടുത്തിട്ട് ഞാൻ ഓടാൻ പോവുക. നിങ്ങളിവിടെ ഭക്ഷണം കഴിക്കുവാണോ? അവിടെ ഒരാള് നിങ്ങളുടെ മുട്ട മോട്ടിച്ചു കൊണ്ടുപോയി. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഞങ്ങളുടെ മുട്ടകൾ തിരിച്ചു കൊണ്ടുപോവാ. ഞാൻ വിടൂല അവരെ. ജോണിന്റെ വീട്ടിൽ ഡാൻസ് കളിക്കാൻ പോകുന്നു. കുഞ്ഞുമയില് സൂപ്പർ. ഇന്ന് നാട് മുഴുവനും നമുക്ക് കറങ്ങാം, എൻജോയ് ചെയ്യാം. അടിപൊളി. പാരറ്റ് എന്നോട് 2 പേരാണെന്നാണല്ലോ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു ഇതാണ് ആ 2 പേര്. നിക്കടോ കള്ളന്മാരെ, നിക്കടോ. അയ്യോ അയ്യോ കൊത്തലു, ഈ മയിൽ എന്നെ കൊത്തുന്നു. എന്തിനാ എന്നെ കൊത്തുന്നത്? അത് ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ മോട്ട് നീ കൈയെടുക്ക്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ വിടൂല നിങ്ങളെ 2 പേരെയും വെറുതെ വിടൂല. അല്ല, നിങ്ങൾ എവിടെ വരെ ഓടുന്നു കാണണമല്ലോ. എന്റെ മോട്ടു, നിനക്ക് മയിലിന്റെ പിയോ പിയോ എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടോ? മോട്ടു, ഇനി ഇപ്പൊ ആ കാട്ടിൽ നിന്ന് നിന്നെ വിരട്ടി ഓടിച്ച മയില് നിന്നെ പിന്തുടർന്ന് ഇതുവരെ എത്തിയതാണോ? അല്ല മോട്ടു, നീ ഇത് എവിടേക്കാ പോയത്? ചിലപ്പോ മോട്ടു പുറത്ത് മയിലുണ്ടോന്ന് നോക്കാൻ പോയിട്ടുണ്ടാവും. എന്റെ അമ്മേ. എന്റെ മോട്ടു, നീ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ?
ഹലോ ബോസ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മോട്ടു മയിലായി മാറി. എന്തോന്ന് മോട്ടു മയിലായെന്ന? ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഈ ജോൺ ആ മയിലായി മാറിയ മോട്ടിനെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാത്തിരുന്ന് കാണ്. എന്റെ പൊന്നു മോട്ടു, നിനക്ക് എന്താ ഈ പറ്റിയത്? നീ എങ്ങനെ മയിലായി മാറിയത്? പത്തലു, രാവിലെ ഞാൻ കുയിലിന്റെ പാട്ട് കേട്ടു. പക്ഷികളുടെ ശബ്ദവും കേട്ടു, ഇടിമിന്നലിന്റെ ശബ്ദവും ഞാൻ കേട്ടു. എനിക്ക് അങ്ങോട്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ പുറത്ത് വന്നിട്ട് ഡാൻസ് ചെയ്യാനും തുടങ്ങിയതാണ്. മോട്ടു, നീ ഇപ്പൊ മയിലായി മാറിയില്ലേ? അത് ഇന്നലെ നീ കാട്ടിൽ നിന്ന് വരുമ്പോ ഒരു മയിൽ കൊത്തിയില്ലേ? അതിന്റെ ബാധിപ്പായിരിക്കും. എന്ത് രസമായിരുന്നടാ. എടാ മോട്ടു, ഒന്നുകൂടെ ഒന്ന് ഡാൻസ് ചെയ്ത് കാണിക്കടാ. ഡാൻസ് ചെയ്യ് മോട്ടു. എടാ മോട്ടു, ചെയ്യടാ. ഓ എന്റെ പൊന്ന് ബോക്സറേട്ടാ, അല്ലെങ്കിൽ തന്നെ ഞാൻ ടെൻഷനായി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ മോട്ട് മയിലായി മാറിയിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഡാൻസ് ആണോ പ്രധാനം? ഡാൻസ് കാണിക്കണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പറന്ന് പൊക്കോണം. ഇതാ പിടിച്ചോ. ഇനി ഇങ്ങോട്ട് വരരുത്. താഴെ വീണേ. ഇല്ല, ഞാൻ രക്ഷപ്പെട്ടു. വരൂ വരൂ, മയിൽ ഡാൻസ് കാണൂ കാണൂ. മയിലാട്ടം 100 rupees. 100 രൂപ, 100 രൂപ. മയിലാട്ടോ? എവിടെയാ മയില്? ദേ ഇപ്പൊ വരും, നോക്കിക്കോ. എവിടെയാ മയില്? ഇത് പുതിയ കണ്ടുപിടുത്തമാണ്. മയിലായിട്ട് മാറിയ മനുഷ്യൻ. ഇപ്പൊ ഇവൻ ഡാൻസ് കളിക്കും. ശരി, എല്ലാരും എടുക്ക്. 100 rupees. ഇവിടെ ഡാൻസ് ഒന്നുമില്ല, വേഗം പോവാൻ നോക്ക്. മയിലായ സ്ഥിതിക്ക് ഡാൻസ് കളിക്കാതെ പോയ എങ്ങനെയാ പത്തലു? നീ വേണമെങ്കിൽ കണ്ടോ, ഞാൻ കുറച്ചു നേരത്തിൽ അവനെ കളിപ്പിക്കും. മോട്ടു, അവൻ വേണമെന്ന് വെച്ച് നിന്നെ കളിയാക്കാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അവന് ഞാൻ കൊടുക്കുന്ന പണി കണ്ടോണം. 100 രൂപ, 100 രൂപ. എന്താ മയിലേ, ജീവിക്കാനേ ആഗ്രഹം തോന്നല്ലേ? എങ്കിലേ ഡാൻസ് കളിക്ക് മോട്ടു മയിലേ. മോട്ടു, എന്റെ മോട്ടു, നീ എന്താ ചെയ്യുന്നത്? ഞാൻ അകത്തേക്കൊന്ന് പോട്ടെ, വഴി വിടൂ. അമ്മേ, ചിങ്കം സാറേ, ഒന്ന് വേഗം വരൂ. അങ്ങനെ തന്നെ. എല്ലാരും ഒന്ന് മാറി നിന്നേ. എന്റെ അമ്മോ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അല്പനേരം ഞാനൊന്ന് കാണട്ടെ. ചിങ്കൻ സാറേ, എന്താ നിങ്ങളും കളിക്കാണോ? അതെ, ഞാനും ഡാൻസ് കളിക്കാണ്. ഫീസ് 100 rupees. അതിനെന്താ, തരാമല്ലോ. ഇതാ 100 rupees. എന്റെ അമ്മോ. എന്റെ പൊന്നു ചിങ്കം സാറേ, നിങ്ങളെ ഡാൻസ് കളിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. മോട്ടുവിന്റെ ഡാൻസ് ഒന്ന് നിർത്താൻ വേണ്ടിയാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. നീ വേഗം വാ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോവാ. അയാളെന്താ മയിലിനെ പിടിച്ചോണ്ട് പോകുന്നു. വരുവരെ നമുക്ക് പിടിക്കാം. മോട്ടു, വേഗം ഓട്. വേഗം ഓടി വാ. അവിടെ പോയി ഒളിക്കാം. വേഗം വാ. അതെ അതെ, ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവുക. അല്ല, ഇവനിപ്പോ എങ്ങോട്ടാ പോയത്? അയ്യോ വേണ്ട. എന്റെ മോട്ടു, വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. എന്നെ നീ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് പത്തലു? വലിയേട്ടാ, ഞാനൊരു മയിലായി മാറി. പക്ഷേ ഇത് എങ്ങനെയാ സംഭവിച്ചത് മോട്ടു? വലിയേട്ടാ, കാട്ടിൽ വെച്ച് ഒരു മയിൽ എന്നെ കൊത്തിയായിരുന്നു. അതിനുശേഷം ഞാനൊരു മയിലായി മാറിപ്പോയി. എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്ക്. ഇങ്ങനെ എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. ആ ജോൺ ആണെങ്കിൽ നാട്ടുകാരുടെ കാശ് വാങ്ങി എന്നെ വെച്ച് ഷോ നടത്തിക്കൊണ്ടിരിക്കുക. മനപ്പൂർവ്വം അവൻ എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു. എന്താ പറയുന്ന മോട്ടു? നിന്റെ ഇഷ്ടമില്ലാതെ നിന്നെ കൊണ്ട് എങ്ങനെ അവൻ ഡാൻസ് കളിപ്പിക്കാ? പറ.
ആ മയിൽ എന്നെ കടിച്ചതിൽ പിന്നെ എനിക്ക് പക്ഷികളുടെ ശബ്ദമൊക്കെ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മേഘമൊക്കെ ഇടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. മിന്നൽ വരാൻ പോകുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ അറിയാതെ തന്നെ സ്വയം ഡാൻസ് കളിച്ച് പോവുകയാ. ഷെടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതിലെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ഇന്നലെ നിന്നെ കടിച്ച മയിലിനെ തെരഞ്ഞ് വാ നമുക്ക് കാട്ടിലോട്ട് പോകാം. ദേ കണ്ടോ മയില്, അവിടേക്ക് പോകാം. പെട്ടെന്ന് പോ. അതെ, നിങ്ങൾ എന്താ ഈ തിന്നോണ്ടിരിക്കുന്നേ? പോയി എന്റെ മുട്ട കൊണ്ടുവാ. മയിലിയേട്ടാ, നിങ്ങൾ തന്നെ വേണം എന്നെ പഴയവരാക്കാൻ. നിങ്ങൾ എന്തിനാ എന്നെ കൊത്തിയത്? മുൻപ് എങ്ങനെയായിരുന്നു ഞാൻ, പക്ഷെ ഇപ്പൊ ഇങ്ങനെയായത് കണ്ടില്ലേ? ആദ്യം എന്റെ മുട്ടകൾ തിരിച്ചതാ, എന്നാലേ എനിക്ക് നിന്നെ ശരിയാക്കാൻ പറ്റൂ. ഏത് മുട്ടയെ പറ്റി ഈ പറയുന്നത്? ഞാൻ ഒരു മുട്ട എവിടുന്ന് എടുത്തിട്ടില്ലല്ലോ. എന്താ താൻ പറയുന്നേ? മുട്ട കൊണ്ടുപോയത് അവരല്ല, അയാള് പൊക്കം കുറഞ്ഞിട്ട് ഗുണ്ടായിരുന്നു. പൊക്കം കുറിഞ്ഞ ആളോ? ഗുണ്ടായിരുന്നു? പത്തലോ, നിന്റെ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. നോക്ക് നോക്ക്, നിങ്ങളുടെ മുട്ട എടുത്തത് ഇവനായിരുന്നോ? അതെ 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 അതെ, ഇവൻ തന്നെ. സത്യമാണോ? അയ്യോ എന്റെ മുട്ടകൾ. എന്റെ മോട്ടു, എന്താ സംഭവിച്ച? അതെ പത്തലു, എനിക്ക് തോന്നുന്നു ജോൺ ഇവരുടെ മുട്ട എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വാ. നിങ്ങളുടെ മുട്ട ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. എന്റെ മുട്ടകൾ ഇപ്പൊ എവിടെയായിരിക്കും? നീ വാ, അത് പോയി അന്വേഷിക്കാം. അതെ, നിൽക്ക്, ഞാനും വരുന്നു. വരൂ. ജോൺ! അയ്യോ വേണ്ട വേണ്ട വേണ്ട. മുട്ട എവിടെ? മര്യാദക്ക് എന്റെ മുട്ട നീ എവിടെ എടുത്തു വെച്ചത് പറഞ്ഞോ? എന്താ ഇത്? തന്റെ സ്വന്തം മുട്ട പോലെയാണല്ലോ നീ ഇപ്പൊ പറയുന്നേ. നമ്പർ 1, പെട്ടെന്ന് മ്യൂസിക് ഓൺ ചെയ്യ്. മ്യൂസിക് ഇടറാ, ഒന്ന് ഓൺ ചെയ്യ്. കളിക്ക് കളിക്ക്. ഇന്ന് തൊട്ട് നീയാണ് എന്റെ പേഴ്സണൽ മയില്. പത്തലു, ആ മ്യൂസിക് ഇപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് നിർത്തിയേ പറ്റൂ. മോട്ടു, കളിക്കുന്നതൊന്നും നിർത്തിയിട്ട് ആ ജോണിന് വേഗം അടിക്കാൻ നോക്ക്. നിർത്താതെ അടിച്ചുകൊണ്ടേ ഇരിക്ക്. ഇല്ല വേണ്ട, നിർത്തേ. പിടിച്ചോ പിടിച്ചോ. എന്റെ മുട്ട എവിടെ? എന്റെ മുട്ട എവിടെയാണെന്ന് പറഞ്ഞോ? അമ്മേ, അത് നിന്റെ മുട്ടയല്ല, നീ കള്ളം പറയാണേ. നീ എങ്ങനെ മുട്ടയിടും പറയേ? ആ മുട്ടകളെല്ലാം ഞാൻ കാട്ടിലെ മയിലിന്റെ കൂട്ടിന്ന് എടുത്തതാ. ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നിൽക്കേ. അയ്യോ എന്റെ അമ്മ, ഞാൻ നോക്കുകയല്ല, എന്നെ നോക്കാൻ വിടെ. അയ്യ, ഇതാ നിന്റെ മുട്ട, എടുത്തിട്ട് പോക്കോ. ചേടാ, ഇത് ഒറിജിനൽ മയിലാണല്ലോ. അമ്മേ, അയ്യ. സോറി മോട്ടുജി, ഞാൻ കാരണം നിങ്ങൾ വെറുതെ മയിലാകേണ്ടി വന്നു. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ ശരിയാക്കാം. മയിലിയേട്ടാ, എന്നെ കൊത്തിയതുപോലെ ഇവനെ കൊത്തി കൊത്തി ശരിക്കും ഒരു മയിലാക്കി മാറ്റ്. ഇല്ല വേണ്ട. അയ്യോ, എങ്ങോട്ടാ ഓടുന്നേ? നിക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.